പലതരം ചേരുവകൾ. നിങ്ങൾക്ക് കോൾഡ് കോഫിയാണോ ഹോട്ട് കോഫിയാണോ ഇഷ്ടം? ഏത് കോഫി ആയാലും ഒരു പ്രാവശ്യം ഈ ക്രീം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കോൾഡ് കോഫിയോ ഹോട്ട് കോഫിയോ തയ്യാറാക്കാം. ഹോട്ട് കോഫി തയ്യാറാക്കാനായിട്ട് ഹോട്ട് മിൽക്ക് എടുക്കുക. കോൾഡ് കോഫി തയ്യാറാക്കാനായിട്ട് കൂളായിട്ടുള്ള മിൽക്ക് എടുക്കുക. ഒരു ഗ്ലാസ് പാലിന് 1 ടേബിൾ സ്പൂൺ ഈ ക്രീം ഇട്ടൊന്ന് കലക്കി കഴിഞ്ഞാൽ കോഫി റെഡിയായി. മെഷീനൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കാം. വളരെ ക്രീമിയാണ്, കണ്ടില്ലേ? പുറത്തൊക്കെ നല്ല ക്രീമിയാണ്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോഫിക്ക് 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുക കേട്ടോ. കോഫി പൗഡർ ഞാൻ ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കുക. ഈ മധുരം പിന്നെ പാകം കേട്ടോ, കറക്റ്റ് മധുരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുക ചെയ്യാം. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി വെച്ച് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. പഞ്ചസാര നന്നായിട്ട് അരയണ വരെ അടിച്ചെടുക്കുക. ഒരു 10-20 സെക്കൻഡ് ഒക്കെ മതിയാവും. 5 ടേബിൾ സ്പൂൺ വെള്ളം കറക്റ്റ് ആട്ടോ, അതിൽ കൂടി പോവണ്ട. കുറഞ്ഞാലും പ്രശ്നമില്ല. മിക്സിയുടെ ജാറിലൊക്കെ അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും കുറയുമ്പോൾ. അതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതൊരു ഉരുണ്ട പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്ത് ഇപ്പൊ ഒരു കളർ മാറി നല്ല ക്രീം കളറായി വരണ വരെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അത്രയൊക്കെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ബീറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് അടിച്ചാൽ മതി കേട്ടോ. കൈ വെച്ചടിച്ച് അത്രയും ക്രീം കളർ ആക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ എനിക്ക് ഇത് തന്നെ ഒരു 10 മിനിറ്റ് എടുത്തു. ഞാൻ കൈ നിർത്തിയൊക്കെ അടിച്ചെടുത്ത് ഈ ഒരു തവിട്ട് കളർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കയ്പൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ക്രീമി സ്ട്രക്ചർ ആയി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചെടുത്ത് കഴിച്ചു നോക്കുക. അപ്പൊ കയ്പില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ട്. പിന്നെ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല, കൈ വെച്ച് ചെയ്യണവര്. മറ്റേ ഇലക്ട്രിക് ബീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്രീം കളർ ആവുന്നവരെ അടിച്ചെടുക്കാം. ക്രീമി എന്നുള്ളൊരു വൈറ്റ് കളർ വരും. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ആവശ്യമാവുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് ഒഴിച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിന്റെ കളർ മാറും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച പിറ്റേന്നാകുമ്പോഴത്തേനും അതൊരു ഡാർക്ക് കളർ ആവും. പക്ഷെ അതിന്റെ ടേസ്റ്റ് മാറില്ല, കയ്പൊന്നും വരില്ല. 1 മാസം വരെയൊക്കെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഹോട്ട് കോഫി ആണ് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അതിലേക്ക് ഇത്തിരി ചുക്കുപൊടി ഇട്ട് തിളപ്പിക്കുക എന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി പാല് അരിച്ചെടുത്ത ശേഷം ഒരു ഗ്ലാസ്സിലെ ഒരു ടീ കപ്പിലെ 1 ടേബിൾ സ്പൂൺ ക്രീം മതിയാവും കേട്ടോ. ഇതിലേക്ക് ആ പാലങ്ങ് ഒഴിച്ചെടുത്താൽ നമ്മുടെ ഹോട്ട് കോഫി ഇവിടെ റെഡിയായി. ഇനി കോൾഡ് കോഫിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ച പാല് സെയിം ഇതേപോലെ തന്നെ ക്രീമിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ടുകൊടുക്കാം കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ. ഞാനിപ്പോ കോൾഡ് കോഫി ഉണ്ടാക്കണില്ല. ഇപ്പൊ രാത്രിയാണ് ഞാൻ പാചകം ചെയ്യണത്. നിങ്ങൾക്ക് അറിയാലോ, രാത്രി ഇപ്പൊ ഞാൻ ഹോട്ട് കോഫി കോൾഡ് കോഫി ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ ആളില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഹോട്ട് കോഫി മാത്രം വാങ്ങിക്കണുള്ളൂ. ഇതേപോലെ തന്നെ കോൾഡ് കോഫി ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.